എന്തായാലും ഫിറോസിനോട് കാര്യം പറയേണ്ടത്, അതായത് അദ്ദേഹം സൂചിപ്പിച്ചത് 5ാം മന്ത്രി സ്ഥാനം പിന്നെ മുസ്ലിം ലീഗിലെ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നാണ്. അത് വളരെ അബദ്ധജടിലമായിട്ടുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ. അതൊരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. അതിനെ ഒരിക്കലും ഞാൻ അനുകൂലിക്കാനും എനിക്ക് കഴിയില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, പിന്നെ അതുകൊണ്ട് മുസ്ലിം സമുദായം വല്ലാതെ സമൂഹത്തിൽ പിന്നെ താറടിച്ച് കാണപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മറ്റു സംസ്ഥാനങ്ങളില്ലാത്ത അഭിമാനകരമായ ഒരു അസ്തിത്വം കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിൻബലമാണ്. അല്ലായിരുന്നുവെങ്കിൽ നേരത്തെ രാജേട്ടൻ സൂചിപ്പിച്ചതുപോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാവുകയും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളരുകയും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായത്തിന് നേതൃത്വം ഏറ്റെടുക്കുകയും മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്നാൽ കേരളത്തിൽ അത് ഉണ്ടായില്ല. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗ് വളരെ ബുദ്ധിപരമായി ഈ സമൂഹത്തെ ജനാധിപത്യ ചേരിയിലേക്ക് കൊണ്ടുവന്ന് മതേതര സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് ഈ ബാലറ്റാണ് ഏറ്റവും വലിയ ആയുധം എന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തു. ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കും പറയാറുണ്ട്, ഒരു കാലത്ത് അരയിലെ കത്തിയെക്കുറിച്ച് വാദോരാതെ മുദ്രാവാക്യം വിളിച്ചിരുന്നവരാ ഞങ്ങളുടെ ആ അരയിലെ കത്തി വാങ്ങിച്ചിട്ട് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ബാലറ്റാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്, ഈ ബാലറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തെ നയിക്കാൻ കഴിയുക, ജനാധിപത്യ രാജ്യത്ത് ബാലറ്റിലൂടെ മാത്രമേ മുന്നോട്ട് പോയാലും നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ എന്ന തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ചെയ്ത നേട്ടം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചത് എന്ന് കൂടി ഫിറോസിനെ പോലുള്ള പിന്നെ ശ്രോതാക്കൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മുസ്ലിം ലീഗും മുസ്ലിം മുന്നണി വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ SNDPയുടെയും NSSന്റെയും നേതൃത്വത്തിൽ ഹിന്ദു മുന്നണി വന്നാലും രണ്ട് മുന്നണിയും അവരവർക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. അതൊരിക്കലും ഒരു വർഗീയതയിലേക്കോ ഒരു ശത്രുതയിലേക്കോ ഒരു കലാപത്തിലേക്കോ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പ്രൈം ടൈം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.